വഖഫ് ബോർഡ് വിഷയത്തിൽ സർക്കാരിനെതിരെ സമസ്ത മുഖപത്രം ബി.ജെ.പി. നേതാവിന്റെ ഹർജിയെ പിന്തുണച്ചത് ആരുടെ താൽപര്യമെന്ന ചോദ്യവുമായി സുപ്രഭാതത്തിൽ മുഖപ്രസംഗം. സർക്കാർ നിലപാട് അമ്പരപ്പിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതുമാണെന്നാണ് വിമർശനം. വിവരങ്ങളുമായി അനഘ ചേരുന്നുണ്ട്. അനഘ, ഈ വഖഫ് നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി. അത് നടപ്പിലാക്കാതെ സംസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമെങ്കിലും കേരളത്തിൽ അത് ആദ്യം എതിർത്ത ആളുകൾ ഇപ്പോൾ അത് നടപ്പിലാക്കുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ഒടുവിൽ സമസ്ത ഇറങ്ങിയിട്ടുണ്ട്. വി.ഡി. സതീശനോട് കൃത്യമായ സന്ദേശമാണ്: ഞങ്ങളാണ് യജമാനന്മാർ, അതനുസരിക്കണം, പാലിക്കണം. അനഘ, തീർച്ചയായും പ്രജിത്ത്, അതായത് സമസ്ത മുൻപൊക്കെ ഇറക്കിയിരുന്ന തിട്ടൂരത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരായിരുന്നു ഇടത് വലത് സർക്കാരുകൾ. അതിപ്പോഴും പിന്തുടരുന്നുണ്ട് പല വിഷയത്തിൽ എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ തുടരുന്നതെന്ന് ചെറിയൊരു വ്യതിചലനം ഈ വി.ഡി. സതീശൻ സർക്കാരിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ആശങ്ക അറിയിച്ചുകൊണ്ടാണ് സമസ്ത ഇസ്ലാമിക മതപണ്ഡിത സഭയായിട്ടുള്ള സമസ്ത തങ്ങളുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതത്തിലൊരു മുഖപ്രസംഗം കൊടുത്തിരിക്കുന്നത്. അതിൽ വഖഫ് ബോർഡ് വിഷയത്തിൽ സർക്കാർ സമസ്തയ്ക്കൊപ്പം നിന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മുഖപ്രസംഗം ആരംഭിക്കുക തന്നെ ചെയ്യുന്നത്. ഈ വിഷയത്തിൽ സർക്കാർ നിലപാട് അമ്പരപ്പിക്കുന്നതാണ് എന്നൊക്കെ സമസ്ത ആ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. വഖഫ് ബോർഡ് നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിലെ ഹർജികൾ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറായില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വി.ഡി. സതീശൻ സർക്കാരിനെതിരെ സമസ്ത ഒരു നിലപാട് എടുത്തിരിക്കുന്നത്. ഇത് ഒരുപക്ഷെ സമസ്ത ഇത്തരത്തിലൊരു മുഖപ്രസംഗത്തിലൂടെ ആദ്യഘട്ടത്തിൽ സമസ്ത സർക്കാരിനെതിരെ തങ്ങളുടെ അഭിപ്രായം അറിയിക്കും. അതിനുശേഷം ഈ സർക്കാരും സമസ്തയും ഒക്കെയായി വലിയ ചർച്ചകൾ നടത്തും. അതിനുശേഷം പിന്നീട് എടുത്ത തീരുമാനങ്ങൾ പലതും പിൻവലിക്കുന്ന സർക്കാരുകളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെയാണ് സമസ്ത ഇത്തരത്തിൽ തങ്ങളുടെ ഒരു അനിഷ്ടം ഈ മുഖപ്രസംഗത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ സർക്കാരിലേക്ക് എത്തണം, തങ്ങളുമായി ചർച്ച നടത്തണം, ഈ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ സമസ്ത ഇങ്ങനെ ഒരു മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. എന്തായാലും സമസ്ത എടുക്കുന്ന പല തീരുമാനങ്ങൾക്കും അനുകൂലമായുള്ള നിലപാട് സംസ്ഥാന സർക്കാർ മുൻപും സ്വീകരിച്ചിട്ടുണ്ട്. ഈയിടെ സംസ്ഥാന നേതാക്കളും വി.ഡി. സതീശനും ഒക്കെയായി തിരുവനന്തപുരത്ത് വെച്ച് കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ ഇസ്ലാമിക യൂണിവേഴ്സിറ്റി, അറബിക് പഠന യൂണിവേഴ്സിറ്റി വരണം, അതുപോലെ മലപ്പുറം ജില്ല വിഭജിക്കണം, അങ്ങനെ തങ്ങളുടെ ആവശ്യങ്ങൾ അക്കമിട്ട് നിരത്തി സംസ്ഥാന നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ തങ്ങൾക്ക് വി.ഡി. സതീശനിൽ നിന്നും അതുപോലെ മുഖ്യമന്ത്രി വി.ഡി. സതീശനിൽ നിന്നും രമേശ് ചെന്നിത്തലയിൽ നിന്നുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണമാണ് ലഭിച്ചത് എന്ന് സംസ്ഥാന നേതാക്കൾ ഉമ്മർ ഫൈസി മുക്കം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ നില തുടരുന്ന ഇടയിലാണ് സമസ്ത ഇത്തരത്തിൽ സർക്കാരിനോട് ഒരു ഇടഞ്ഞുകൊണ്ട് ഒരു മുഖപ്രസംഗം ഇന്ന് എഴുതിയിരിക്കുന്നത്. പ്രജിത്ത്.